യുവാവ് അപകടത്തിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. റാന്നി സ്വദേശി അമ്പാടിയാണ് മരിച്ചത്. അമ്പാടിയെ കാർ ഇടിച്ചത് ഇന്നലെ രാത്രി 9:30 കേസിൽ 3 പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സിക്ക് അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അഭിലാൽ, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അതിനിടയിൽ ഒരു അപകടമെന്ന് മാത്രം കരുതി പോകാവുന്ന ഒരു സംഭവം കൂടിയാണ്. എങ്ങനെയാണ് ഇതിലൊരു ദുരൂഹത ഉയരുന്നത്? കൊലപാതകം എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്? അമ്പാടിയുടെ മൃതശരീരം റാന്നിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് പോലും ഏറെ വൈകിയാണ് സാധാരണ അപകട മരണമല്ല എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമാവുന്നത്. അച്ഛനും ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകുകയാണ്. ബന്ധുക്കൾ ഇതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏറെക്കുറെ പങ്കുവയ്ക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ മരണത്തെക്കുറിച്ച് നമുക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയ വിവരം എന്താണ്? ആദ്യഘട്ടത്തിൽ നമ്മൾ ആക്സിഡൻ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ആക്സിഡൻ്റ് അല്ല, ഇത് കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമാണെന്നും ഒരു പ്രശ്നങ്ങളുണ്ടായെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ശരിക്കൊന്നും അറിയത്തില്ല. അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. പോലീസുകാർ പറയുന്നത് നമുക്കറിയത്തുള്ളൂ. പോലീസുകാർ പറയുന്നത് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞുള്ള തെളിവേ നമുക്കറിയത്തുള്ളൂ. പിന്നീടാണ് പിള്ളേർ രണ്ടുപേരും ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അത് നമുക്കറിയത്തുള്ളൂ. ഈ അമ്പാടി ഇന്നലെ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതിനെക്കുറിച്ച് അറിയാമോ? അറിയത്തില്ല, ഞാൻ അവിടെ അല്ലായിരുന്നു. ഞാൻ അവൻ്റെ അപ്പൻ്റെ പെങ്ങളാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ഒരു 7-8 മണിയായപ്പോഴത്തേനും ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോയതേ. ഞങ്ങൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മരിക്കുന്ന ഏകദേശം ഒരു 9:10 9:10 ആയി മരണസമയം. സംശയം ഇത് സംബന്ധിച്ചുള്ള പോലീസ് പങ്കുവയ്ക്കുമ്പോഴാണ് നമുക്കിത് സംബന്ധിച്ച് ചില മറ്റ് ചിന്തകളിലേക്ക് പോയത്. അതെ. ഇവർ പിള്ളേർ രണ്ടും പറഞ്ഞില്ലായിരുന്നു. വിഷ്ണുവും വിനുവിനും പറഞ്ഞില്ലായിരുന്നു. അപ്പം നമ്മൾ ആക്സിഡൻ്റ് ആണെന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഇവരുടെ സംസാരത്തിലൊക്കെ ഒരു സംശയം തോന്നിയപ്പം വിഷ്ണു എന്ന് പറയുന്ന ആളിനോട് പറഞ്ഞു, മോനെ സത്യം പറഞ്ഞു, എന്താ കാര്യം ചോദിച്ചപ്പോൾ അവനാണ് കറക്റ്റ് കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞത്. അന്നേരമാണ് ഞങ്ങൾ ഈ കറക്റ്റ് കാര്യങ്ങൾ അറിയുന്നത്. ഇതൊരു ആക്സിഡൻ്റ് ആണെന്നാണ് ഞങ്ങൾ ഓർത്തിരുന്നത്. ഈ വിഷ്ണുവും അമ്പാടിയൊക്കെ ഇന്നലെ ഒന്നിച്ചുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അവർ 2-3-4 പേര് ഒന്നിച്ച് എവിടെയോ പോയിരിക്കുമായിരുന്നു പറഞ്ഞു. അവർ മുക്കടയ്ക്കോ അങ്ങോട്ട് പോകുമായിരുന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ ഇവർ ഉപയോഗിച്ച കാർ ആരുടേതാണ്? ബിനു എന്ന് പറയുന്ന ആൾ അവൻ്റെ ഈ മരിച്ച കുട്ടിയുടെ ചേട്ടനാണ്. അവൻ്റെ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ശത്രുത ഇവിടുത്തെ ആളുകളുമായിട്ടുണ്ടായിരുന്നു? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എനിക്ക് കൂടുതൽ വിശദ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഈ കേട്ടറിഞ്ഞതും ഈ പറഞ്ഞത് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയേക്കുന്നത് ഇങ്ങനെ ഇവരെന്തൊക്കെ പ്രശ്നമുണ്ട്, ആരാണ്ടൊക്കെ പ്രശ്നമുണ്ടായി, അങ്ങനെ അവരാരണ്ടോ ഇവനെ വണ്ടി ഇടിച്ചിട്ടിട്ട് അവൻ്റെ മണ്ടയ്ക്കൂടെ ദേഹത്തൂടെ വണ്ടി അരച്ചു കയറിപ്പോയെന്നാണ് പിള്ളേർ പറയുന്നത്. അങ്ങനെ കരുതിക്കൂട്ടി അവന്മാർ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഒരു എന്താ പറയുന്നത്, അങ്ങനെ പറയുന്നത്. ഈ വിഷ്ണുവൊക്കെ നമ്മുടെ വീടിന് സമീപത്തുള്ള ആളുകൾ തന്നെയാണോ? അമ്പാടിയുടെ സമീപത്തെ വീട്ടിലെ താമസക്കാരാണോ? അല്ല, വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു, വിനു, പിന്നെ അമ്പാടി എന്ന് പറഞ്ഞ സഹോദരങ്ങളാണ്. 3 പേര് ചേട്ടനരിമാരാ. അവർ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതല്ല. അവർ തന്നെ വണ്ടിയാണ് ഓടിക്കുന്നതും, അവർ തന്നെ പണി സ്ഥലത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. എൻ്റെ അപ്പം മീശ്വരിയ കോണ്ടാക്റ്റ് അവനും അങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ സഹോദരങ്ങൾ 3 പേരും ഒന്നിച്ചുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. കഴിഞ്ഞുള്ള സംഭവം നമുക്കറിയത്തുള്ളൂ. ഞാൻ എൻ്റെ അപ്പനുണ്ട് ഇവിടെ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചാൽ ബാക്കി വിശദങ്ങൾ അറിയാം. നമ്മളിപ്പോൾ രാവിലെയാണ് ഞങ്ങൾ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നത്. അതിലെ പോലീസുകാർ വീട്ടിൽ വന്നായിരുന്നു, ഇന്നലെ അറിയുന്നു. കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് സംസാരിച്ചത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് സഹോദരങ്ങൾ, അതായത് അമ്പാടിയും സഹോദരങ്ങൾ മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ 3 പേരും കൂടി കാറിൽ യാത്ര ചെയ്ത് സംസ്ഥാന പാതയിൽ മന്നവരിക്ക് സമീപമെത്തി കാർ ഒരു വശത്ത് നിർത്തിയ ശേഷം റോഡ് ക്രോസ് ചെയ്യാൻ അമ്പാടി ശ്രമിക്കുന്ന സമയത്ത് പ്രതികൾ 3 പേരും സഞ്ചരിച്ചിരുന്ന മറ്റൊരു വാഹനം, ഒരു വെള്ള നിറത്തിലുള്ള കാർ വന്ന് അമ്പാടി സുരേഷിനെ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഇതൊരു അപകട മരണം എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 7:30 കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അമ്പാടി സുരേഷ് രാത്രി 9:00 മരിക്കുന്നു. അതിനുശേഷം സഹോദരങ്ങൾ ചില സംശയങ്ങൾ പങ്കുവെക്കുക, അല്ല സഹോദരങ്ങളായി ഈ സമയത്ത് അമ്പാടി സുരേഷിനോടൊപ്പം ഉണ്ടായിരുന്ന
സഹോദരങ്ങളുടെ സംസാരത്തിൽ ചില പോരായ്മകൾ ബന്ധുക്കൾക്ക് തന്നെ തോന്നിയതിനെ തുടർന്ന് അവർ വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇതൊരു സാധാരണ അപകട മരണമല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്നതിൻ്റെ സൂചനകൾ ലഭ്യമാകുന്നത്. പ്രതികൾ ചേത്തോങ്കര സ്വദേശികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർ 3 പേരുണ്ടായിരുന്നു. അരവിന്ദ് എന്നുള്ള ആളാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അമ്പാടി സുരേഷിനെ ഇടിച്ചിട്ട അതേ വാഹനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അത്ര മാരകമായ പരിക്ക് ഏറ്റിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മൾ എത്തുമ്പോൾ കൊണ്ടുപോവുകയാണ്. അല്ലേ, എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ സഹോദരിക്കും അവർക്കും ഒരു ഞെട്ടലായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു സ്വാഭാവിക അപകടമെന്ന് കരുതിയെടുത്തുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് കൊലപാതകമാണെന്നൊരു തിരിച്ചറിവിലേക്ക് പോലീസ് എത്തുന്നു, ബന്ധുക്കളൊക്കെ എത്തുന്നു. എന്തായാലും ആരൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പോലീസിന് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. 3 പേരുണ്ട് കേസിൽ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.